ഹലോ ഗായ്സ്, ഡോണ ടോക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, 52 ഡിഗ്രി സെൽഷ്യസിനോട് അടുത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ സ്പെയിനിൽ അതികഠിനമായിട്ടുള്ള ചൂട് വരാൻ പോവാണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മരിച്ച് നമ്മൾ ജീവിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ. എല്ലാവരുടെയും കയ്യിൽ കുപ്പിവെള്ളം ഉണ്ടാവണം എന്നുള്ളത് ഇവിടുത്തെ ഗവൺമെൻറ് നമ്മളോട് പറഞ്ഞ കാര്യമാണ്. ഞങ്ങളിതേ കുട കൊണ്ട് നടന്നിട്ട് പോലും കുടയെ തുളച്ചുള്ള രീതിയിലാണ് നമ്മുടെ ഈ സ്പെയിനിലെ അല്ലെങ്കിൽ തൊളേതോലെ അവസ്ഥ എന്ന് പറയാനായിട്ട്. നമ്മളിപ്പോൾ സ്പെയിനിലെ തൊളേതോ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ഗ്രാമത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ സിറ്റിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ചിന്തിക്കാൻ കൂടിയും പറ്റില്ല. പിന്നെ ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രത്യേകത, വണ്ടിയൊക്കെ ഉണ്ടല്ലോ പഴുത്ത് കിടക്കണ അവസ്ഥയാണ്. പാർക്കിങ്ങിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്ന്, വണ്ടിയുടെ ഇടപാട് തീർന്ന്. പിന്നെ ചൂടുള്ള സമയത്താണെങ്കിൽ അതികഠിനമായ ചൂട്, തണുപ്പുള്ള സമയത്താണെങ്കിൽ അതികഠിനമായ തണുപ്പ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുപെട്ട കേരളത്തിൻ്റെ അവസ്ഥ, കേരളത്തിന്റെ അവസ്ഥ മനുഷ്യന്റെ അവസ്ഥയാണ്. അല്ല, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് വിട്ട കേരളം, ആ ഒരു രാജ്യത്തിന്റെ അവസ്ഥ നമുക്ക് വന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. മനസ്സിലായോ? അതാണ് ഞാൻ പറയാൻ വന്നത്. സോ ഒരു നോർമൽ ചൂടും നോർമൽ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അതെ, ഞാനിട്ടിരിക്കുന്ന ബാഗ്, ലെതറിന്റെ ബാഗ്, എൻ്റെ കമ്മലൊക്കെ പഴുത്തു. ഒരു രക്ഷയില്ല. പഴുത്തിട്ട് ചെവിയൊക്കെ അതിനോട് അഡാപ്റ്റായി എന്ന് തോന്നുന്നു. ഞങ്ങളിപ്പോൾ എന്താ തിന്നാൻ പോവാ, ഐസ്ക്രീം തിന്നാൻ പോവാണ്. അതാണ് എൻ്റെ മുഖത്തത്ര സന്തോഷം. പക്ഷെ അതെ, എൻ്റെ കയ്യിൽ പിടിച്ചു നോക്ക്, ഇവിടെ പിടിച്ചു നോക്ക്, വാച്ച് കണ്ടോ? വാച്ചൊക്കെ ഒരു രക്ഷയില്ല. അച്ഛനാണെങ്കിൽ ഇവിടെ നിന്ന് കത്തണം, ഒരു രക്ഷയില്ലാണ്ട് കത്തണം. പിന്നെ ഇവിടെ കുറച്ച് തണുവുള്ള സ്ഥലത്തേക്കായിട്ടപ്പോൾ നമ്മൾ എത്തിയേക്കണത്. പക്ഷേ ബിൽഡിംഗ് ആണ്, സാധാരണ മരങ്ങളാണ് നമുക്ക് തണുപ്പ് തരുന്നത്. ഇവിടെ ഇത്രയും വലിയ ബിൽഡിങ് കെട്ടിപ്പൊക്കിയത് കൊണ്ട് നമുക്ക് കുറച്ചെങ്കിലും തണുപ്പ് കിട്ടുന്നുണ്ട്. ഓ മൈ ഗോഡ്, ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിൽ നല്ല ചൂട് വന്നത്, ഈ താഴേന്നാണ് ചൂട് വന്നത്. ഗൈസ്, എൻ്റെ പുറകെ കാണുന്ന ഒരു ബറ്റാലിയൻ പിള്ളേർ ചൂട് സഹിക്കാൻ വയ്യാണ്ട് ഒരു ട്രിപ്പ് വന്നതാണ്, അതും തൊളേതോലേക്ക്. അവിടേക്കാൾ ചൂടാണ് ഇവിടെ എന്ന് ഈ കഴുതകളോട് എനിക്ക് പറഞ്ഞു കൊടുത്താൽ. നമുക്കൊരു ഐസ്ക്രീം മേടിച്ചാലോ? ഇവിടെ അത്യാവശ്യം നല്ല ഒരു അല്ലേ തണല് പോലെ ഉണ്ട്. ഇത്രയും ചൂടില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആളുകളൊക്കെ ഒരുപാട് ആവേണ്ടതാണ്, പക്ഷെ ആയിട്ടില്ല. പറഞ്ഞത് നമുക്ക് മോളിൽ നിന്നല്ല, ഈ താഴെ നിന്നാണ് ഈ ചൂട് വരുന്നത്. ഈ താഴെ നിന്നുള്ള ചൂടാണ് നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്നത്. പിന്നെ ഓരോ കടകളുടെ ഉള്ളിലും ഇതേപോലെ തന്നെ എന്താ പറയാ, വെള്ളം വരുന്നൊരു സംഭവം വെച്ചിട്ടുണ്ട് ഗൈസ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയണത്. ഈ ഒരു സംഭവം, ഇതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം വരുന്ന സംഭവം വെച്ചേക്കണ പേരിൽ കുറച്ച് തണുപ്പ് നമുക്ക് തോന്നും. സ്പെയിനെ കുറിച്ച് കുറേ വിവരങ്ങൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളിവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണുകയാണെങ്കിൽ ഓരോ പ്രാവശ്യത്തെ ചൂടിനും ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ പണിയുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള, ഉള്ളിൽ മാത്രമല്ല പുറത്തും കൂടി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു കുട പോലുള്ള മാതൃകയിൽ വെക്കും. എന്നിട്ട് ഞാൻ പുറകേല് കണ്ടില്ലേ കുട പോലെ, എന്നിട്ട് അവിടുന്ന് വെള്ളം വരും. ഈ വെള്ളം നമ്മുടെ മുഖത്തേക്ക് അടിക്കുമ്പോൾ കുറച്ചും കൂടി നമ്മൾക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് തോന്നും, ഭയങ്കര തണുപ്പായിട്ട് തോന്നും. അത് ഒന്നാമത്തെ ഒരു മാർഗമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ ചെറിയ ചെറിയ സ്ഥലങ്ങളിലും നമ്മൾ ചെറിയ പാത്രത്തില് വെള്ളം വെക്കും. വെള്ളം വെക്കുന്നത് കിളികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരുപാട് ജീവജാലങ്ങളൊക്കെ ഉണ്ട്, പട്ടി, പിന്നെ പൂച്ച, കിളികള്. അത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും പിന്നെ വെള്ളവും നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഏത് സൈഡിലാണോ കൂടുതൽ
കിളികൾ വരുന്ന കുറെ പ്രദേശങ്ങളുണ്ട്. ആ ഒരു പ്രദേശത്ത് വെള്ളം വെച്ച് കഴിഞ്ഞാൽ, തണലത്തൊക്കെ വെള്ളം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ആണ്. പിന്നെ നമുക്ക് പറയാനായിട്ടാണെങ്കിൽ ഈ ചൂട് സമയത്ത് ഇവിടുത്തെ ഗവൺമെന്റ് പറയുന്നത് കുട യൂസ് ചെയ്യണം, കയ്യിൽ 1 ലിറ്റർ 2 ലിറ്റർ വെള്ളം നിങ്ങൾ എല്ലാ ദിവസവും കുടിക്കണം. പിന്നെ വെയിൽ കൊണ്ടില്ലെങ്കിലും റൂമിൽ ഇരുന്നാൽ പോലും 2 ലിറ്റർ വെള്ളം കുടിക്കണം. പിന്നെ അതുപോലെ തൊപ്പി വെക്കണം, സൺസ്ക്രീൻ പരട്ടണം. അത് കഴിഞ്ഞിട്ട് സണ്ണിന്റെ അടുത്തുനിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബേൺ അടിക്കാതിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ മുഖത്ത് പരട്ടണമെന്നാണ് പറയണത്. ഗൈസ്, നിങ്ങൾക്ക് ക്യാൻ യു ബിലീവ് ഇറ്റ്? എന്റെ മുഖമൊക്കെ ഉണ്ടല്ലോ അപ്പൊ കത്തണ രീതിയിലായിക്കാണ്. എന്റെ മുഖവും കണ്ണും ഒരു രക്ഷയില്ല. കാരണം അത്രയധികം ചൂടടിച്ചിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് സ്പെയിൻ എന്ന് പറയുന്ന ഈ ഒരു രാജ്യം കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ, കഴിഞ്ഞ പ്രാവശ്യം ഞാന് ഒരു സ്ഥലത്തേക്ക് പോയായിരുന്നു. കനാരിയാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയത്. കനാരിയാസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനാരിയാസിന്റെ പല പ്രദേശങ്ങളുണ്ട്, പ്രാന്ത പ്രദേശങ്ങളുണ്ട്. അതിൽ ഞാൻ പോയത് ഫുർത്ത വെന്തൂര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അത് അറ്റ്ലീസ്റ്റ് സഹാറ മരുഭൂമിയുടെ അടുത്ത് തന്നെയാണ് ആ ഒരു സംഭവം ഉള്ളത്. ആ ഒരു സ്ഥലത്തിന്റെ ചൂട് എനിക്ക് സഹിക്കാൻ പറ്റണേക്കാൾ അപ്പുറമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ചൂടായിട്ട് ശരീരത്തിന്റെ ഓരോ പാർട്സ് ഇളകി പോവുമായിരുന്നു. ഭയങ്കര ഓവറായിട്ട് ഹീറ്റ് അടിച്ചിട്ടൊക്കെ ഇവിടുന്ന് മുതൽ ഇവിടെ മൊത്തമായിട്ട് കരിഞ്ഞ് പൊളി തവിട്ട് പൊടിയായി. ഇപ്പോഴും എനിക്ക് ആ നിറം വന്നിട്ടില്ല. കണ്ടില്ലേ, കൈയുടെ നിറത്തിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എന്താ പറയുക, 25 ഡിഗ്രി സെൽഷ്യസ് ചൂടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ആ 25 ഡിഗ്രി സെൽഷ്യസ് ചൂടാണെങ്കിലും എന്താ പറയുക, ഭയങ്കരമായിട്ട് സാൻഡിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നു, സീയിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നു, എല്ലാത്തിൽ നിന്നും ചൂട് റിഫ്ലക്ട് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം ഭയങ്കര വീർപ്പുമുട്ടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ സമയത്ത് ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബിൾ ആണ്. ഇവിടുത്തെ ചൂട് ഒരു രക്ഷയില്ല. നമുക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. ഓരോ ദിവസം കഴിയുന്നോറും ഞാനിപ്പോഴാണ് പുറത്തേക്കൊന്ന് ഇറങ്ങിയത്. കാരണം വെക്കേഷൻ കഴിഞ്ഞിട്ട് പുറത്ത് ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞപ്പോ ഈ ചൂട്, അതായത് വെള്ളം കുടിച്ചിട്ടും എന്തൊക്കെയോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വർത്താനം പറയണതിന്റെ ഇടയ്ക്ക് ഈ ചായകുഞ്ഞ് ഐസ്ക്രീം കൊണ്ടുവന്നു. എന്തായാലും നമുക്ക് സ്പെയിനിലെ മൊത്തം ചൂടിനെ കുറിച്ചൊരു അവലോകനം നടത്താം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.